Integration the unit 3 last topic ആണ് definite integral. അപ്പോൾ എന്താണ് definite integral integralum definite integralum തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം എഴുതിയേക്കുന്നത് integration ആണ് integral ആണ് integral sin x dx അതൊക്കെ നമ്മൾ പഠിച്ചതാണ് sin x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ -cos x plus a constant എന്ന് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ് പറയുന്നത്. കാരണം എക്സിൻ്റെ വില ഇവിടെ ഫിക്സ് ചെയ്തിട്ടില്ല. എക്സിന് എന്ത് വില വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇതിനെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും. എന്നാൽ ഇവിടെ വരുമ്പോൾ എക്സിൻ്റെ വില 0ക്കും π/2നും ഇടയ്ക്കായിരിക്കും. ബിറ്റ്വീൻ 0 to π/2 ആണ് എക്സിൻ്റെ വില. അപ്പോൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് അതിനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്തതെന്ന് നോക്കാം. നമുക്കറിയാം sin x നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -cos x എന്ന് കിട്ടും. ആദ്യം ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ sin x നെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ 0ക്കും π/2നും ഇടയ്ക്കായിരിക്കണം ഇതിൻ്റെ വില. അതിൽ 0 എന്ന് പറയുന്ന ലോവർ വാല്യൂ ആണ്. അപ്പം അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് അതിന് പറയും. π/2 എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ വാല്യൂ ആണ്, അപ്പർ ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π/2. ഇനി ഇതിൻ്റെ ഇവാലുവേഷനാണ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എക്സിന് പകരം അപ്പർ ലിമിറ്റ് π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് പ്രോബ്ലം വന്നാലും അങ്ങനെ തന്നെയാണ്. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിളിന് പകരം π/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ മൈനസ് പുറത്തെടുക്കാം. അപ്പോൾ എക്സിന് π/2 എടുക്കുമ്പോൾ cos π/2 മൈനസ് എക്സിന് 0 എടുക്കുമ്പോൾ cos 0. ഇത് cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. cos 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് പ്ലസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 sin x dx എന്ന് പറയുമ്പോൾ 1 എന്നുള്ള ഡെഫിനിറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഈ ലിമിറ്റ് ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -cos x എന്നേ കിട്ടും. അപ്പോൾ എക്സിൻ്റെ ഏത് വാല്യൂ വേണം കൊടുക്കാം നമുക്ക്. അപ്പം ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു വാല്യൂ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ 1 എന്നൊരു സിംഗിൾ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് അറിഞ്ഞാലേ നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ട്സും നമുക്കിവിടെ ആവശ്യമുണ്ട്. അടുത്ത പ്രോബ്ലം ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. 0 തൊട്ട് 1 വരെയുള്ള പോയിൻറ്റ്സിലാണ് ഈ ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. x² + 2x - 3 ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ / 3 പ്ലസ് 2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x² / 2 മൈനസ് 3 ഇൻറ്റു dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x. ഇനി ലിമിറ്റ് കൊടുക്കണം. ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ആവശ്യമില്ല ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ. ലിമിറ്റ് കൊടുക്കണം 0, 1. ഈ 2 × 2 വെട്ടിപ്പോകും. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷനാണ്. അതിനാദ്യം ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിന് പകരം. ഇസ് ഈക്വൽ ടു ഇത് 1³ / 3 1/3 എന്ന് വരും. പ്ലസ് ഇത് 1² 1 എന്ന് വരും. മൈനസ് 3 × 1 3. 1/3 പ്ലസ് 1 മൈനസ് 3 എന്ന് വരും. 1 - 3 2 ആണ്. 1/3 മൈനസ് 2 എന്ന് വരും. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. 1/3 മൈനസ് 2 ഇസ് ദി ആൻസർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ അതിൻ്റെ അൺസ്പോട്ടിംഗ് ആയിട്ടുള്ള ആൻസർ കിട്ടും. -5/3 എന്ന് ആൻസർ കിട്ടും. അടുത്തതും ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ 0 to 1 x² × x³ + 3 × dx. അപ്പോൾ ഇവിടെ ആദ്യം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്രാക്കറ്റ് മാറ്റിയിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇൻ്റഗ്രൽ 0 to 1 x² കൊണ്ട് x³ മൾട്ടിപ്ലൈ ചെയ്യണം. x² x³ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ തമ്മിൽ ആഡ് ചെയ്യണം. x² x³ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ x⁵5 എന്ന് കിട്ടും. പ്ലസ് x² × 1 അപ്പോൾ x² എന്ന് കിട്ടും. ഇൻറ്റു dx ഇസ് ഈക്വൽ ടു ഇനി x⁵5നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. x⁵5നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ
എക്സ് റൈസ് ടു 6/6 എന്ന് കിട്ടും. എക്സ് റൈസ് ടു 5നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 6/6 പ്ലസ് എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3. ലിമിറ്റ് 0, 1. ഇനി നിങ്ങൾ എക്സിന് 1 കൊടുക്കണം. 1/6 പ്ലസ് 1/3. എക്സിന് 0 എടുത്താൽ ഇതെല്ലാം 0 ആയിപ്പോൾ. അതുകൊണ്ടാണ് ലോവർ ലിമിറ്റിനെ കുറിച്ച് ഞാൻ നോക്കാത്തത്. ലോവർ ലിമിറ്റ് എക്സ് ആയതുകൊണ്ട് അതെല്ലാം 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് എഴുതേണ്ട കാര്യമില്ല, അപ്പർ ലിമിറ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 1/6 പ്ലസ് 1/3 ആണ്. അടുത്ത പ്രോബ്ലം, ഇൻ്റഗ്രൽ 0 to π/2 sin² x dx. അപ്പോൾ sin² എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമുക്കറിയാം sin² എക്സിന് പകരം ഈ ഇൻറ്റഗ്രേഷൻ്റെ ആദ്യം പഠിച്ചതാണ്. sin² എക്സിന് പകരം 1 - cos 2x/2 എന്നുള്ള ട്രിഗണോമെട്രിക് റിസൾട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ sin² എക്സിന് പകരം 1 - cos 2x/2 എന്ന് കൊടുത്തു. ഇനിയാണ് ഇൻറ്റഗ്രേഷൻ നടത്തേണ്ടത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇൻറ്റഗ്രേഷനകത്ത്. 1/2 പുറത്തെടുക്കാം. ഇനി 1 × dx. അപ്പം dxനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്ന് കിട്ടും. ഇത് മൈനസ്. അടുത്ത നമുക്ക് cos 2xനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. കോസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എന്ന് കിട്ടും. 2x ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ sin 2x/2 എന്ന് കിട്ടും. ലിമിറ്റ് 0, π/2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന് പകരം π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം എക്സിന് പകരം π/2. അപ്പോൾ ഇത് π/2 മൈനസ് സൈൻ, ഇത് 2 × π/2 എന്നാണ് വരുന്നത്. 2x എന്ന് പറഞ്ഞാൽ 2 × π/2. അപ്പോൾ 2 × 2 ക്യാൻസൽ ആയാൽ പൈ എന്ന് വരും. അപ്പോൾ sin π/2. ഇതാണ് അപ്പർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് മൈനസ് കൊടുത്തിട്ടാണ് ലോവർ ലിമിറ്റ് എഴുതേണ്ടത്. അപ്പോൾ എക്സിന് 0 എടുത്താൽ 0, ഇവിടെ sin 0 എന്ന് വരും. sin 0യും 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് 0. ഞാൻ എഴുതുന്നില്ല, പറയുന്നതേ ഉള്ളൂ. എക്സിന് 0 എടുത്താൽ 0, sin 2xന് എക്സിന് 0 എടുത്താൽ sin 0, അതും 0. ഇത് മൊത്തത്തിൽ ലോവർ ലിമിറ്റ് 0 ആയിപ്പോയി. ഇത് sin 180 ഡിഗ്രിയാണ്. sin 180 ഡിഗ്രി എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ ഇതും 0. അപ്പോൾ ഇത് π/2 × 1/2 π/4 ഇസ് ദി ആൻസർ. sin 180 0 ആണ്. പിന്നെ ഇത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ π/2 × 1/2 എന്ന് വരും. π/4 എന്ന് ആൻസർ വരും. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 0 to π/2 cos² x dx. ട്രിഗണോമെട്രിയിലെ റിസൾട്ട് ഉണ്ട്. cos² x എന്ന് പറഞ്ഞാൽ 1 + cos 2x/2 ആണ്. അപ്പോൾ cos² xന് പകരം നമുക്ക് 1 + cos 2x/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇൻറ്റഗ്രേഷനാണ്. 1/2 പുറത്തെടുക്കാം. 1 × dx. അപ്പോൾ dx അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്ന് കിട്ടും. പ്ലസ് കോസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ. അപ്പോൾ sin 2x. 2x വരുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലിമിറ്റ് 0, π/2 = 1/2 × ആദ്യം എക്സിന് π/2 അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പം π/2 പ്ലസ് ഇത് സൈൻ പൈ എന്ന് കിട്ടും, നേരത്തെ എഴുതിയതാണ്. മൈനസ് എക്സിന് 0 എടുക്കുമ്പോൾ ഇത് 0, sin 0 0, ലോവർ ലിമിറ്റ് 0. ഇത് sin 180 ആണ്, അത് 0 ആണ്. അപ്പം π/4 എന്ന് ആൻസർ വരും. 1/2 × π/2 sin 180 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോൾ, ഇതും 0. π/4 ഇസ് ദി ആൻസർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to π cos² 2x dx. ഇവിടെ നമുക്കറിയാം cos² xന് പകരം 1 + cos 2x/2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2x വരുമ്പോൾ, ഇവിടെ x വരുമ്പോൾ അതിൻ്റെ ഇരട്ടി 2x വരും. ഇവിടെ 2x വരുമ്പോൾ അതിൻ്റെ ഇരട്ടി 4x വരണം. അപ്പോൾ 1 + cos 4x/2 എന്നാണ് എഴുതേണ്ടത്. അതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ cos² 2x ആണ്. അപ്പോൾ 1 + cos 4x/2 എന്ന് കിട്ടും. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 1/2 × 1 × dx അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ x എന്ന് കിട്ടും. ഇത് പ്ലസ് cos 4xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 4x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4.
ലിമിറ്റ് 0 പൈ. ആദ്യം നിങ്ങൾ എക്സിന് പൈ കൊടുക്കണം. 1/2 ഇൻറ്റു പൈ പ്ലസ് സൈൻ 4 പൈ ബൈ 4 മൈനസ് എക്സിന് 0 എടുക്കുമ്പോൾ ഇത് 0 ആവും. സൈൻ 0 0 ആണ്, അപ്പോൾ -0. ഇത് സൈൻ 4 പൈ ആണ്. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ്. സൈനിൻ്റെ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ അല്ലെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് സൈനിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് പൈ മൊത്തം 0 ആയിരിക്കും. അപ്പോൾ സൈൻ 4 പൈ 0 ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളത് π/2. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 0 to π/3 cos 4x cos x dx. അപ്പോൾ ഇതിനൊരു കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. cos a cos b. വൺ ബൈ ടു cos a plus b plus cos a minus b എന്നുള്ള ഫോമുല അപ്ലൈ ചെയ്യണം. ഇത് cos a, ഇത് cos b is equal to integral 0 to π/3 cos 1/2 cos a plus b. അപ്പോൾ 4x എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5x cos a plus b എന്ന് പറഞ്ഞു. അപ്പോൾ 4x plus x 5x പ്ലസ് cos a minus b. അപ്പോൾ 4x minus x 3x into dx. 1/2 പുറത്തെടുക്കണം. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം cos 5x-ന്. അപ്പോൾ sin 5x by 5 എന്ന് വരും. cos 3x-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ sin 3x by 3 എന്ന് വരും. ലിമിറ്റ് 0 π/3. ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സിന് π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. 1/2 ഇൻറ്റു സൈൻ എക്സിന് π/3 എന്ന് പറഞ്ഞാൽ 180/3 60 ഡിഗ്രിയാണ്. 5 ഇൻറ്റു 60 300 by 5 പ്ലസ് സൈൻ 3 ഇൻറ്റു 60. അപ്പോൾ സൈൻ 180 എന്ന് വരും. 3 ഇൻറ്റു 60 സൈൻ 180. സൈൻ 180/3. അപ്പോൾ എക്സിന് ആദ്യം നമ്മൾ π/3 കൊടുത്തു. മൈനസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സിന് 0 കൊടുക്കണം. എക്സിന് 0 എടുക്കുമ്പോൾ ഇത് 0 സൈൻ 0, ഇതും 0 സൈൻ 0, രണ്ടും 0. അപ്പോൾ -0. ഈ സൈൻ 180യും 0 ആണ്. അപ്പോൾ ഇതും കൂടെ 0 ആയിപ്പോൾ 1/10 സൈൻ 300. 1/10 സൈൻ 300. ഈ സൈൻ 300ന് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എഴുതി ചെയ്താൽ മതി. അല്ലാതെ റിഡക്ഷൻ ഫോമുല വെച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളാണത്. 1/10 സൈൻ 300. 300ന് നിങ്ങൾ കാൽക്കുലേറ്റർ നോക്കി വാല്യൂ കണ്ടുപിടിച്ചങ്ങ് എഴുതുക. സൈൻ 300ൻ്റെ വാല്യൂ. അടുത്തത് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ 3x cos x dx. ഇവിടെ സൈൻ എ കോസ് ബി എന്നാണ് വരുന്നത്. അപ്പോൾ സൈൻ എ കോസ് ബിയുടെ ഫോമുല എഴുതണം. കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമുല. അപ്പോൾ സൈൻ എ കോസ് ബിയുടെ ഫോമുല ഇതാണ്. 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഈ റിസൾട്ട് ഓർത്തിരുന്നാൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ എ കോസ് ബിക്ക് വരും 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to π/2 സൈൻ എ പ്ലസ് ബി. എ 3x ആണ്, ബി എക്സ് ആണ്. എ പ്ലസ് ബി 4x സൈൻ 4x പ്ലസ് സൈൻ എ മൈനസ് ബി 3x മൈനസ് എക്സ് അപ്പം 2x സൈൻ 2x ഇൻറ്റു ഡി എക്സ്. ഇനി സൈൻ 4x-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, സൈൻ 2x-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. മൈനസ് കോസ് 4x ബൈ 4 എന്ന് വരും. ഇത് മൈനസ് സൈൻ കോസ് 2x ബൈ 2. ലിമിറ്റ് 0 π/2. ഇനി രണ്ടിടത്തും മൈനസ് ഉണ്ട്, മൈനസ് പുറത്തെടുക്കാം.
ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ് എക്സിന് പൈ ബൈ ടു. എക്സിന് പൈ ബൈ ടു കൊടുക്കുമ്പോൾ 4 ഇൻറ്റു പൈ ബൈ ടു. 4 ഇൻറ്റു പൈ ബൈ ടു അപ്പോൾ 2π എന്ന് വരും. മൈനസ് കോസ് 2π/4. ഇവിടെ എക്സിന് പൈ ബൈ ടു കൊടുക്കുമ്പോൾ 2 ഇൻറ്റു പൈ ബൈ ടു. 2 വെട്ടിപ്പോയിട്ട് പൈ എന്ന് വരും. കോസ് π/2. ഇനി മൈനസ് ഇത് കോസ് 0 ആണ്. കോസ് 0 1 ആണ്. അപ്പോൾ 1/4 പ്ലസ് ഇത് കോസ് 0 ആണ്. കോസ് 0 1/2. കോസ് 0 1 ആണ്. 1/2. ഇത് കോസ് 360 ആണ്. കോസ് 360 എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് ഓഫ് ഇത് 1/4. ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ഈ 1/2 എഴുതാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെ എല്ലാം 1/2 വരണം. ഇനി കോസ് 360 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/4 എന്ന് വരും. കോസ് 180 എന്ന് പറഞ്ഞാൽ -1, അപ്പോൾ -1/2. ഈ വാല്യൂ അതിനൊക്കെ എഴുതാം. -1/4 പ്ലസ് 1/2. ഈ 1/4ഉം ഇത് -1/4 വെട്ടിപ്പോകും. ഇത് -1/2, ഇത് -1/2, -1 എന്ന് വരും. അപ്പോൾ -1/2 ഇൻറ്റു -1 is equal to 1/2. ഇതാണ് ആൻസർ. ഈ പ്രോബ്ലം നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to π/2 cos cube x dx. ഇത് ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ ഇത് ഒഴിവാക്കിയതാണ്. ഇവിടെ പഠിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ കോസ് ക്യൂബ് എക്സിന് ഒരു റിസൾട്ട് ഉണ്ട്. അത് കോസ് 3x എന്നാണ് കിട്ടുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ ആംഗിൾസ് പഠിച്ചപ്പോൾ കോസ് 3xൻ്റെ ഫോർമുല പഠിച്ചായിരുന്നു. കോസ് 3xൻ്റെ ഫോർമുല 4 cos cube x minus 3 cos x എന്നാണ്. ഇതിൽ -3 cos xനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയാൽ 3 cos x plus cos 3x എന്ന് വരും. അപ്പോൾ 4 cos cube x എന്ന് കിട്ടും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ cos cube x is equal to 1/4 ഇൻറ്റു 3 cos x plus cos 3x. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ കാണാതെ അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ cos cube xന് പകരം നമുക്ക് എന്തെഴുതാം? 1/4 ഇൻറ്റു 3 cos x plus cos 3x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 3 cos x പ്ലസ് കോസ് 3x എന്ന് എഴുതാം /4 ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/4 പുറത്ത് കൊണ്ടുവരാം. 3 ഇൻറ്റു കോസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ് പ്ലസ് കോസ് 3xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 3x/3 ലിമിറ്റ് 0π/2. ഇവിടെയും ലിമിറ്റ് ഉണ്ട് 0π/2. ഇനി നിങ്ങൾ എക്സിന് π/2 കൊടുക്കണം. 3 സൈൻ π/2. π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. പ്ലസ് ഇത് 270 എന്ന് വരും. 90 ഇൻറ്റു 3 270. സൈൻ 270/3 മൈനസ് എക്സിന് 0 എടുക്കുമ്പോൾ സൈൻ 0 0 ആയി പോകും. ഇവിടെ സൈൻ 0 0 ആയി പോകും. അപ്പോൾ -0. ഇത് സൈൻ 90 ആണ്. 1/4 ഇൻറ്റു സൈൻ 90 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 3. സൈൻ 270 -1 അപ്പോൾ -1/3. 1/4 ഇൻറ്റു 3 - 1/3. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം.